നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ സർവകലാശാലയിൽ ഒന്നാം വർഷ ബിരുദാനന്തര പ്രൈവറ്റ് രജിസ്ട്രേഷൻ പ്രവേശനം വൈകുന്നതിനെതിരെ പാരലൽ കോളേജ് അസോസിയേഷൻ രംഗത്ത്. രജിസ്ട്രേഷൻ വൈകിപ്പിക്കുന്നത് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണെന്ന് പാരലൽ കോളേജ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വന്നതോടെയാണ് സമാന്തര വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിൽ ആയതെന്നും കോർഡിനേഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. പ്രശ്നത്തിൽ മേൽ അടിയന്തര നടപടി എടുക്കാത്ത പക്ഷം അനിശ്ചിതകാല സമര പരിപാടികൾ ആരംഭിക്കുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. റെഗുലർ സ്വാശ്രയ കോളേജുകളിൽ ക്ലാസുകൾ ആരംഭിച്ച ദിവസങ്ങളായിട്ടും പ്രൈവറ്റ് രജിസ്ട്രേഷനെ സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല. റെഗുലർ സ്വാശ്രയ മേഖലകളിൽ പ്രവേശനം ലഭിക്കാത്ത നിരവധി കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്ന അവസ്ഥയുമാണ് ഇപ്പോഴുള്ളത്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വന്നതോടെയാണ് സമാന്തര വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലായത്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നിയമം 72 പ്രകാരം കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലും ബിരുദാനന്തര കോഴ്സുകൾ പ്രൈവറ്റ് വിദൂര സംവിധാനത്തിൽ നടത്തരുതെന്ന ഉത്തരവാണ് പ്രതിസന്ധിക്ക് അടിസ്ഥാനം. കണ്ണൂർ സർവകലാശാല അടിയന്തരമായും പ്രവേശന നടപടി ആരംഭിക്കണമെന്നും പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാത്ത പക്ഷം സമാന്തര മേഖല അനിശ്ചിതകാല സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സർക്കാരിനറിയാം, പഠിപ്പിക്കുന്ന നമുക്കും പഠിച്ചു, പക്ഷെ അത് പ്രൈവറ്റ് ഏജൻസികൾ സ്വീകരിക്കുന്നില്ല. ഇത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുട്ടി വേണ്ടെന്ന് പറയും. രണ്ടാമത്തെ അതിൽ കാണുന്ന പല പ്രൊസീജിയറുകളും സാധാരണ ഇപ്പോൾ അനുഭവിക്കുന്ന കുട്ടികൾ കണ്ണൂർ ജില്ലയിലായാലും കാലിക്കറ്റിലായാലും എവിടെ പഠിച്ചു എന്നറിയില്ല, ഈ യൂണിവേഴ്സിറ്റിൻ്റെ പേരും സർട്ടിഫിക്കറ്റുമാണുള്ളത്. അതുകൊണ്ട് ആ കുട്ടിക്ക് ലോകത്ത് എവിടെ പോയാലും അതിജീവനത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ശ്രീനാരായണ വന്നതോടുകൂടി ഇപ്പം നമ്മൾ അറിയാം, തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, പഞ്ചാബിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലും അവിടെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷെ ആ യൂണിവേഴ്സിറ്റികളൊന്നും അതുകൊണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികൾ ഇവിടെ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. മധുരൈ കാമരാജ്, അണ്ണാമലൈ, എത്ര യൂണിവേഴ്സിറ്റികൾ തമിഴ്നാട്ടിലുണ്ട്. അവിടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളിടത്ത് പഠിച്ചോട്ടെ. ഞങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കൊന്നും എതിരല്ല. അവിടെയാണ് വേണ്ടവർ അവിടെ പഠിച്ചോട്ടെ. ഇനി കണ്ണൂരിൽ വേണം, കണ്ണൂരിൽ പഠിച്ചോട്ടെ. ഇനി ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി വേണം, അവിടെ പഠിച്ചോട്ടെ. അപ്പം ഈ ഒരു ബാൻ ചെയ്യാണ് ഇവിടെ. ബട്ട് വെള്ളക്കാരൻ പോലും വിദ്യാഭ്യാസത്തിന് ഇത്തരം നിരോധനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു വലിയ വിഷയമാക്കിയിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളൊരു അഭ്യർത്ഥനക്കാണ് കണ്ണൂർ സർവകലാശാല ഈ മാസം തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ക്ഷണിക്കണം എന്ന്. വാർത്താസമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KN രാധാകൃഷ്ണൻ, NV പ്രസാദ്, TK രാജീവൻ, സതീശൻ VV തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.